ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബേലൂരിലുള്ള ചെന്നകേശവ ക്ഷേത്രത്തിൻ്റെ മുഴുവൻ കാഴ്ചകളുമായാണ്. സോഷ്യൽ മീഡിയകളിൽ നിങ്ങൾ ഇതുവരെ കാണാത്ത ചെന്നകേശവ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്ക് നിങ്ങളെ ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ പുറത്തെയും അകത്തെയും മുഴുവൻ കാഴ്ചകളും ഈ വീഡിയോയിൽ ഉണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ മുഴുവൻ കാഴ്ചകളും ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താനുള്ള കാരണം സങ്കീർണമായ കൊത്തുപണികളുള്ള ശിലാശില്പങ്ങളുടെ വിസ്മയകരമായ കാഴ്ചകളാണ്. ലോകാത്ഭുതമായ താജ്മഹലിൻ്റെ കാഴ്ചകളേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് ഹൊയ്സാല ക്ഷേത്രങ്ങളിലെ ശിലാശില്പങ്ങളും കൊത്തുപണികളുമാണ്. കാരണം ആദ്യകാല ഇന്ത്യൻ വാസ്തുകലയുടെ ചുക്കാൻ പിടിച്ചിരുന്നത് ഹൊയ്സാല സാമ്രാജ്യകാലത്തെ വാസ്തുകലയാണ്. ഇന്ത്യയിലെ പ്രാചീന മനുഷ്യരുടെ കലാസൃഷ്ടികളാണ് അവ. എന്നാൽ താജ്മഹലിൻ്റെ പ്രത്യേകത മാർബിൾ കൊണ്ട് നിർമ്മിച്ച സ്മാരകമാണ്. കൂടാതെ മാർബിളിലുള്ള കൊത്തുപണികളും ചിത്രങ്ങളും ചെയ്തിരിക്കുന്നത് പേർഷ്യൻ ശൈലിയിലാണ്. വിദേശികളുടെ സഹായത്തോടെ നിർമ്മിച്ച സ്മാരകമാണ് താജ്മഹൽ. പ്രാചീന ഇന്ത്യയിൽ ഉടനീളം നിരവധി ശിലാശില്പങ്ങളും കൊത്തുപണികളും ഉള്ള സ്മാരകങ്ങൾ ഉണ്ടെങ്കിലും അവയിൽ പ്രധാനപ്പെട്ടത് ഹൊയ്സാല സ്മാരകങ്ങളാണ്. ഇന്ത്യയിൽ വിവിധ തരം ശിലകൾ ഉണ്ടെങ്കിലും ശില്പങ്ങൾ ഉണ്ടാക്കാൻ അനുയോജ്യമായത് സോപ്പ് സ്റ്റോൺ ആണെന്ന് ഹൊയ്സാല കാലഘട്ടത്തിൽ കണ്ടെത്തി. വാസ്തുശില്പകല ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ക്ഷേത്രങ്ങളിലാണ്. കേരളം കൂടാതെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന, മഹാരാഷ്ട്ര, ഗോവ, ഡൽഹി, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ വിവിധ ക്ഷേത്രങ്ങളിൽ വാസ്തുശില്പകല ഞാൻ കണ്ടിട്ടുണ്ട്. അവയിൽ നിന്നും ഹൊയ്സാല വാസ്തുശില്പകലയ്ക്ക് പ്രത്യേകത ഉണ്ട്. മറ്റു ക്ഷേത്രങ്ങളിലെ വാസ്തുശില്പകലകളെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ തയ്യാറാക്കുന്നുണ്ട്. വരൂ, നമുക്ക് ബേലൂരിലുള്ള ചെന്നകേശവ ക്ഷേത്രത്തിലെ കാഴ്ചകളിലേക്ക് പോകാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കർണാടകത്തിലെ ഹസൻ ജില്ലയിലെ ചെറുപട്ടണമായ ബേലൂരിലെ ചെന്നകേശവ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. ഹൊയ്സാല രാജാക്കന്മാരുടെ വാസ്തുശില്പശൈലിയാണ് ഈ പട്ടണത്തെ പ്രസിദ്ധിയിലെത്തിച്ചത്. ലോക പൈതൃക പട്ടികയിൽ യുനെസ്കോയുടെ അംഗീകാരം ഉണ്ട്. ഇവിടത്തെ ജൈനക്ഷേത്രങ്ങളാണ് പൈതൃക പട്ടികയിൽ ഇടം കിട്ടാൻ സഹായിച്ചത്. ഹിന്ദുമതത്തിൻ്റെ ഇതിഹാസമായ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥകളെ അടിസ്ഥാനമാക്കിയാണ് ശിലാശില്പങ്ങൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ക്ഷേത്രങ്ങളിൽ ശിലാശില്പങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഹൊയ്സാല വാസ്തുശില്പ ശൈലിയിലാണ്. ശില്പങ്ങൾ നിർമ്മിക്കാൻ സോപ്പ് സ്റ്റോണുകളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഹൊയ്സാല രാജവംശത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഒന്ന് പോകാം. ഹൊയ്സാല രാജവംശത്തിൻ്റെ ചരിത്രത്തിലേക്കൊന്ന് പോകാം. ഹൊയ്സാല രാജഭരണത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നത് 10-ാം നൂറ്റാണ്ടിനും 14-ാം നൂറ്റാണ്ടിനും ഇടയിലാണ്. കർണാടകത്തിൽ ഭരിച്ചിരുന്ന ഹൊയ്സാല രാജാക്കന്മാർ കർണാടകം കൂടാതെ ആന്ധ്രാപ്രദേശിൻ്റെയും തമിഴ്നാടിൻ്റെയും കുറച്ച് ഭാഗങ്ങൾ ഇവർ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. ചാലുക്യരിൽ നിന്നാണ് ഹൊയ്സാല രാജവംശം ഉടലെടുത്തത്. ഇവർ ഹിന്ദുമതത്തെയും ജൈനമതത്തെയും പ്രോത്സാഹിപ്പിച്ചിരുന്നു.
ഹൊയ്സാല രാജാക്കന്മാരും മന്ത്രിമാരും ജൈനമതത്തിൻ്റെ രക്ഷാധികാരികളായിരുന്നു. ആദ്യ ഭരണകേന്ദ്രം ബേലൂരും പിന്നീട് ഹലേബീഡുവിലേക്കാണ് തലസ്ഥാനം മാറ്റിയത്. പ്രമുഖ ഭരണാധികാരികൾ വിഷ്ണുവർദ്ധനൻ, വീരഭല്ലാള രണ്ടാമൻ, വീരഭല്ലാള മൂന്നാമൻ എന്നിവരായിരുന്നു. ഇവർ കല, സാഹിത്യം, വാസ്തുശില്പകല എന്നിവയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. സിംഹത്തിൻ്റെയും യാളിയുടെയും മുഖമുള്ള ചിത്രമാണ് ഈ കാണുന്നത്. ഇത്തരം ചിത്രം ഇതിൻ്റെ ചുറ്റുമതിലുകളിൽ കാണാൻ കഴിയും. ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടത്തിലാണ്. കവാടത്തിൻ്റെ ചുറ്റുമുള്ള മതിലുകൾ തീർത്തിരിക്കുന്ന സാധാരണ കല്ലുകൾ കൊണ്ടാണ്. ആ കല്ലിൽ കൊത്തിവെച്ചിട്ടുള്ള രൂപങ്ങളാണ് മീനിൻ്റെയും പൂവിൻ്റെയും ഹനുമാനിൻ്റെയും വ്യാളിയുടെയാണ് ഇത്. വ്യാളിയുടെയാണ്. പക്ഷെ ആ കാണുന്ന കല്ല് സോപ്പ് സ്റ്റോണാണ്. പക്ഷേ ബാക്കി കാണുന്നതെല്ലാം സാധാ കല്ലുകളാണ്. ആ കല്ലുകളെ കൃത്യമായി കർവ് ചെയ്തിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കവാടത്തിലെ മറ്റു ചിത്രങ്ങളാണ് വ്യാളിയും ഫിഷിൻ്റെ പല രൂപങ്ങളും വിഷ്ണുവിൻ്റെ രൂപവും ശില്പങ്ങളുമാണ് ഇവിടെ കൊത്തിവെച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബേലൂരിലുള്ള ചെന്നകേശവ ക്ഷേത്രത്തിനകത്താണ്. ഈ ക്ഷേത്രം 11-ാം നൂറ്റാണ്ടിൽ ഹൊയ്സാല രാജാവായ വിഷ്ണുവർദ്ധനൻ നിർമ്മിച്ചതാണ്. ചാലുക്യരുമായുള്ള യുദ്ധത്തിൽ വിജയിച്ചതിൻ്റെ പ്രതീകമായിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. പൂർണ്ണമായും ഹൊയ്സാല ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ നിർമ്മിതികളും സോപ്പ് സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ്. ഇതിലെ ഓരോ ശിലാശില്പവും കാണുമ്പോൾ അതിൻ്റെ പ്രത്യേകത, സോപ്പ് സ്റ്റോണിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റ് ഹൊയ്സാല ക്ഷേത്രങ്ങളിലെ പോലെ ഇവിടെയും മണ്ഡപങ്ങളിൽ തീർത്ഥാങ്കരന്മാർക്ക് വേണ്ട അല്ലെങ്കിൽ മുനിമാർക്ക് വേണ്ട, ജൈനമതത്തിലെ സന്യാസിമാരാണ് തീർത്ഥാങ്കരന്മാർ. അവരുടെ ഓരോ സന്യാസിയും തപസ്സിരുന്ന അല്ലെങ്കിൽ തീർത്ഥാടകന്മാർ തപസ്സിരുന്ന മുറികളാണ് ഇത്. സോമനാഥ ക്ഷേത്രത്തിലും ഇത്തരം കാഴ്ചകൾ ഞാൻ കണ്ടിരുന്നു. അവർ ആരാധിക്കുന്ന ദേവീ ദേവന്മാരുടെ പേരിലാണ് ഈ മുറികൾ ഇന്ന് അറിയപ്പെടുന്നത്. മണ്ഡപത്തിലെ ഈ മുറി ശ്രീ യോഗ നരസിംഹ സ്വാമിയുടെ പേരിലുള്ളതാണ്. ഇതുപോലെ നിരവധി സന്യാസിമാരുടെ പേരുകൾ ഓരോ മുറിയുടെ മുൻപിലും എഴുതി വച്ചിട്ടുണ്ട്. അവരുടെ സ്മരണാർത്ഥമാണ് ഓരോ മുറിയും. ഹൊയ്സാല ചിത്രകലയുടെ വാസ്തു ചിത്രകലയുടെ ഒരു ചിത്രമാണ് ഈ കാണുന്നത്. കൂടുതൽ ക്ഷേത്രത്തിൻ്റെ ചുറ്റും നമ്മൾ കാണാൻ കഴിയും. അതിമനോഹരവും ക്ഷേത്രത്തിനകത്തുള്ള കിണർ അടച്ചു വച്ചിരിക്കുന്നതുകൊണ്ട് ഉൾഭാഗം കാണാൻ കഴിയില്ല. മരത്തിൻ്റെ കപ്പിയാണ് കാണാൻ ഇതിൽ
വെച്ചിട്ടുള്ളത്. രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥാപാത്രങ്ങളെയാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാനമായും കൊത്തിവെച്ചിരിക്കുന്നത്. അവരുടെ ആ കഥാപാത്രത്തിലെ അല്ലെങ്കിൽ ആ കഥയിലെ ദേവന്മാരുടെയും ദേവിമാരുടെയും പേരാണ്. ഇത് കലിംഗ മർദ്ദന. രാമായണ കഥ ഞാൻ വായിച്ചിട്ടില്ല, എനിക്കറിയില്ല. അതുകൊണ്ട് ഓരോ കഥാപാത്രത്തെക്കുറിച്ച് എനിക്ക് വിശദീകരിച്ച് പറയാൻ കഴിയില്ല. എങ്കിലും ഇവിടെ കാണുന്ന ചിത്രങ്ങൾ പറയാൻ കഴിയും. ഈ കാണുന്ന ശില്പങ്ങൾ വിഷ്ണുവിൻ്റെ വിവിധ അവതാരങ്ങളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് വിഷ്ണുവിനെ പൂജിക്കുന്നു. ഇരുവശത്തും വാദ്യമേളങ്ങളും നൃത്തം, സംഗീതം എല്ലാം ഉൾപ്പെട്ടുള്ള ഒരു ചിത്രകലയാണ് ഇവിടെ കാണുന്നത്. ഈ ക്ഷേത്രത്തിലേക്കുള്ള മറ്റൊരു കവാടമാണ്. ഈ കവാടം അടച്ചിട്ടിരിക്കുകയാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം തുറക്കുന്ന ഒരു കവാടമാണിത്. ഈ കവാടത്തിലൂടെയാണ് ഇതിനകത്തേക്ക് രഥം കൊണ്ടുവരുന്നത്. രഥം അകത്തേക്ക് കൊണ്ടുവരാനാണ് ഈ കവാടം നിർമ്മിച്ചിരിക്കുന്നത്. പുറത്ത്, ഈ ക്ഷേത്രത്തിൻ്റെ പുറത്ത് രഥം സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൻ്റെ കവാടത്തിൽ 2 ആനകളുടെ പ്രതിമയുണ്ട്. പക്കാശാലെ എന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. അടച്ചിട്ടിരിക്കുകയാണ്. ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശദീകരണം 2 സ്ഥലങ്ങളിൽ കണ്ടു. പ്രധാന കവാടത്തിന് മുൻപിലും ഇവിടെയും. പ്രധാന കവാടത്തിൽ കണ്ടത് പഴയ ചരിത്രവും, ഇത് പുതിയ അറിവാണ്, പുതിയ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ പറയുന്നത് ഈ ക്ഷേത്രത്തിനകത്ത് പ്രധാനമായിട്ടും 5 ടെമ്പിളുണ്ട്. ചെന്ന കേശവ ടെമ്പിൾ, കാപ്പെ ചെന്നിക്കാരായ ടെമ്പിൾ, വീരനാരായണ ടെമ്പിൾ, സൗമ്യനായകി ആൻഡ് രംഗനായകി ടെമ്പിൾ. ഇതുകൂടാതെ ടെമ്പിളിനകത്തൊരു ടാങ്ക് ഉണ്ട്. ഈ ടെമ്പിളിന് 2 എൻട്രൻസ് ഉണ്ടെന്നും, ഒന്ന് ആളുകൾക്ക് വരാനുള്ളതും, രണ്ടാമത്തത് ആനകൾക്കും അതുപോലത്തെ രഥത്തിനും അകത്തേക്ക് പ്രവേശിക്കാനുള്ള കവാടമാണെന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ഈ മണ്ഡപത്തിനകത്ത് ഹൊയ്സാല രാജഭരണത്തെക്കുറിച്ചുള്ള ചരിത്രമാണ് ഇവിടെ പ്രദർശിപ്പിച്ചു വച്ചിരിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം, ചരിത്ര സംഭവങ്ങളെല്ലാം ഇവിടെ
പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ബേലൂർ സിറ്റിയുടെ പഴയ ചിത്രമാണ് ഈ കാണുന്നത്. ആദ്യകാലത്ത് ബേലൂർ സിറ്റി ആയിരുന്നു ഹൊയ്സല രാജാക്കന്മാരുടെ തലസ്ഥാനം. പിന്നീടാണ് അത് ഹലേബീഡുവിലേക്ക് മാറ്റിയത്. ഈ കാണുന്നത് ബേലൂർ ഫെസ്റ്റിവൽ. ഇവിടെ നടക്കുന്ന ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്, ബേലൂരിലുള്ള ഫെസ്റ്റിവൽ പ്രധാനമായിട്ടും ദീപാവലി കാലത്താണ്. കൃത്തിക ദീപോത്സവ എന്നാണ് ഇതിന് പറയുന്ന പേര്. ഇത് തുടങ്ങി വെച്ചത് വിജയനഗരം സാമ്രാജ്യത്തിൻ്റെ അധീപനായ ദേവരായ രണ്ടാമൻ 14-ാം നൂറ്റാണ്ടിലാണ് ഇത് തുടങ്ങി വെച്ചത്. മഹാ അഭിഷേക, പുഷ്പയാഗ, ഗരുഡ ആരാധന, ഗജരോ ഹനോത്സവ, ഷായനോത്സവ എന്നിവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ. ബേലൂർ സിറ്റി, അതിൻ്റെ ചരിത്രം പറയുന്നത്, ചാലുക്യന്മാരുമായിട്ടുള്ള തലക്കാട് യുദ്ധത്തിൽ വിഷ്ണുവർദ്ധനൻ വിജയിക്കുകയും അതിൻ്റെ ഫലമായിട്ടാണ് അതിൻ്റെ സ്മരണാർത്ഥമാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതും വിഷ്ണുവാണ് ഇതിൻ്റെ പ്രതിഷ്ഠ എന്നും പറയുന്നുണ്ട്. ഈ ക്ഷേത്രത്തെ ദക്ഷിണ കാശി എന്നും കൂടി വിളിക്കുന്നു. ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഔട്ട്ലൈൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് കാപ്പെ ചെന്നിഗരായ ടെമ്പിൾ കോംപ്ലക്സിനകത്താണ്. ഇവിടെ അതുകൂടാതെ പ്രധാന ടെമ്പിൾ സ്റ്റാർ രൂപത്തിലുള്ളത് മധ്യത്തിലും, അതിന് ചുറ്റും വീരനാരായണ ടെമ്പിൾ, ഗ്രാനറി, രംഗനായക ടെമ്പിൾ, വാസുദേവ സരോവര, മഹാദേവര അഥവാ മെയിൻ എൻട്രൻസ്, ഗരുഡ ശ്രീനാഥ്, ധ്വജസ്തംഭ, ദീപസ്തംഭ, വ്യാളിമണ്ഡപ, എന്നിവയാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന ശില്പങ്ങളാണ് ഈ കാണുന്നത്. ഇത് ആദ്യകാലത്തെ ചിത്രം. ഉള്ള ക്ഷേത്രങ്ങളുടെ ഒരു ലേ ഔട്ടാണ് ഈ കാണുന്നത്. ആദ്യം കയറി വരുമ്പോൾ കാണുന്നതാണ് ഗോപുര അഥവാ മെയിൻ എൻട്രൻസ്. ദീപസ്തംഭം, അതിൻ്റെ തൊട്ട് മുൻപിലൊരു ദീപസ്തംഭമുണ്ട്. ദീപസ്തംഭം എന്ന് പറയുന്നത് 10 മീറ്റർ ഉയരമുള്ള ദീപസ്തംഭമാണ്. അത് വിജയനഗരത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഗവർണറാണത് നിർമ്മിച്ചത്. അത് കഴിഞ്ഞാൽ ധ്വജസ്തംഭ, ഗരുഡ, ധ്വജസ്തംഭ ആൻഡ് ഗരുഡ, സ്റ്റോർ ആൻഡ് നോർത്ത് കൊളോണൈഡ്, ദെൻ സ്റ്റെപ്പ്ഡ് ടാങ്ക്, വെള്ള സംഭരണി അഥവാ കുളം, സ്റ്റെപ്പ്ഡ് ടാങ്ക്, ദെൻ ശ്രൈൻസ് സൗത്ത് ഓഫ് ഗോപുരിൻ്റെ സൗത്ത് ഭാഗത്തുള്ള പ്രതിഷ്ഠകൾ, വാഹന പവലിയൻ, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗത്താണ് വാഹന പവലിയൻ, രഥവും മറ്റും അവിടെ കാണാൻ പറ്റും. അതുകൂടാതെ ഇതിനകത്തുള്ള മറ്റ് ടെമ്പിൾ കപ്പെ ചെന്നനാരായണ ടെമ്പിൾ, വീരനാരായണ ടെമ്പിൾ, സോമനായകി ടെമ്പിൾ, അണ്ടൽ ഷ്രൈൻ. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന
പെട്ട വാസ്തു വിദ്യയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. സ്റ്റെല്ലറ്റ് പ്ലെയിൻ അഥവാ ഗർഭഗൃഹ ആണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ഏറ്റവും നടുവിലേക്ക് കാണുന്ന ക്ഷേത്രമാണ് ഇത്. ആ ക്ഷേത്ര സമുച്ചയത്തിന് പ്രധാനമായും 5 ഭാഗങ്ങളാണ് പറയുന്നത്. ജഗതി, ആദിസ്ഥാന, ഭിട്ടി, ചാണ്ഡ്യ, ഭദ്രബലോകന എന്നിവയാണ്. ജഗതി എന്ന് പറയുന്ന ഫൗണ്ടേഷനാണ്. രണ്ടിൻ്റെയും ഒരേപോലെ കാണുന്നുണ്ട്. ആദിസ്ഥാന എന്ന് പറയുന്ന രണ്ടാമത് വരുന്നത്. അതിൻ്റെ തൊട്ട് മേലെ വെച്ചിട്ടുള്ളത് ഭിട്ടി, അതിന് മേലെ ചാണ്ഡ്യ, ഏറ്റവും മേലെ വരുന്നതാണ് ഭദ്രബലോകന. അതായത് ഇതാണ് ഭദ്രബലോകന ഈ രൂപത്തിൽ, അത് ഏറ്റവും മേലെ വരുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന കൊത്തുപണിയുള്ള ശില്പമാണ് ഒന്ന് ത്രൈലോക മോഹന നാരായണ. അതായത് വിഷ്ണുവിൻ്റെ ഒരു അവതാരമാണ് അതിൽ പറയുന്നത്. വിഷ്ണുവിന് 6 കൈയുള്ള വിഷ്ണുവാണെന്നും അതുപോലെ തന്നെ ഒരു കൈയിൽ താമരയും മറ്റു കൈകളിൽ ആയുധങ്ങളായ കൊഞ്ച, ചക്ര, ഗഡ, കാമണ്ഡലു, ധമരു, തൃശൂൽ വിത്ത് ശിവ, ധനുഷ്, ബന, ഇതെല്ലാം ചേർന്നതാണ് ഒരു ശില്പം. പ്രധാനപ്പെട്ട ഒരു ശില്പമാണ്. മറ്റൊരു ശില്പമാണ് സംഹാരമൂർത്തി. ഇവിടെ ശിവനാണ് പ്രതിഷ്ഠ. 6 കൈകളുള്ള ശിവൻ ആനയുടെ മേലെ ചവിട്ടി നിൽക്കുന്നുണ്ട്. കൂടാതെ ചാമുണ്ടിയും വേതാളവും 2 സൈഡായിട്ട് കാണുന്നുണ്ട്. റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിലായിട്ട് മ്യൂസിഷ്യൻസ്, സംഗീതജ്ഞർ സംഗീതം ഉണ്ട്. ഇത് കൂടാതെ ശിവൻ്റെ വാഹനമായ നന്ദി കാളയുണ്ട്. അതുപോലത്തെ ചാമുണ്ടിയുടെ വാഹനമായ പ്രറ്റ. മറ്റൊരു ശില്പമാണ്, പ്രധാന ചിത്രകലയാണ് രാവണൻ്റെ ചിത്രം. 10 തലയുള്ള രാവണൻ കൈലാസത്തെ എടുത്തുയർത്തി നിൽക്കുന്ന ചിത്രമാണ് ഇതിൽ കാണുന്നത്. ശിവനും പാർവതിയും മറ്റെല്ലാ ദേവന്മാരും എല്ലാം ആ കൈലാസത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ കാണുന്ന മറ്റു പ്രധാനപ്പെട്ട ശില്പങ്ങളാണ് വിഷ്ണുവിൻ്റെ വിവിധ അവതാരങ്ങളായ വരഹ അവതാരം, ത്രിവിക്രമ അവതാരം, നരസിംഹ അവതാരം. ക്ഷേത്രത്തിന് അകത്തും പുറത്തുമായി മറ്റു നിരവധി ശില്പങ്ങളുണ്ട്, ശിലാശില്പങ്ങളുണ്ട്. ഏകദേശം 44ഓളം ശിലാശില്പങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അവയെക്കുറിച്ച് ഇവിടെ വിശദമായി വിവരിച്ചിട്ടുണ്ട്. നരസിംഹ പില്ലറാണോ ഈ കാണുന്ന നരസിംഹ പില്ലർ പ്രധാനപ്പെട്ട. മറ്റൊന്ന് മോഹിനി പില്ലർ, മോഹിനിയുടെ ചിത്രമുള്ള പില്ലറിന് മോഹിനി പില്ലർ. അതിൻ്റെ സീലിംഗ്, ആ അമ്പലത്തിൻ്റെ മേലെ കാണുന്നത് നവരംഗയുടെ ചിത്രമാണ്. വാതിലിൻ്റെ സൈഡുകളിൽ കാണുന്നത് മകര തോരണ ആണ്. മകര തോരണ ഇതാണ് വാതിലുകളുടെ
ഉള്ളത്. ദ്വാരപാലാസ് അറ്റ് ദ എൻട്രൻസ് ഓഫ് ദ പ്രധാന കവാടത്തിൽ. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ കവാടങ്ങളിൽ കാണുന്നതാണ് ദ്വാരപാലൻ്റെ ചിത്രങ്ങൾ. ദ്വാരപാലകർ എന്ന് പറയുന്നത് ക്ഷേത്രം കാത്തു സൂക്ഷിക്കുക അല്ലെങ്കിൽ സംരക്ഷകരാണ്. കവാടത്തിൻ്റെ 2 വശങ്ങളിലും ദ്വാരപാലകർ കാവൽ നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ഹൊയ്സല സാമ്രാജ്യത്തെക്കുറിച്ചുള്ള ഇൻട്രഡക്ഷൻ. ഇവിടെ അവതരണം പറയുന്നത് 11-ാം നൂറ്റാണ്ടിനെയും 14-ാം നൂറ്റാണ്ടിൻ്റെ ഇടയ്ക്ക് ഭരിച്ചിരുന്ന രാജവംശമാണ് ഹൊയ്സല രാജവംശം. 500 കിലോമീറ്ററോളം ചുറ്റളവിലാണ് ഇവരുടെ ഭരണം ഉണ്ടായതെന്നും അവരുടെ ചിഹ്നമാണ് ഇത്. വ്യാളിമുഖമുള്ള സിംഹത്തെ കൊല്ലുന്ന സല, ഇതാണ് അവരുടെ ചിഹ്നം. കൂടാതെ പ്രധാനപ്പെട്ട ഭരണാധികാരികളുടെ പേരിവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഹൊയ്സല രാജവംശം സ്ഥാപിച്ചത് പഗ്മ ഹൊയ്സാലയായിരുന്നു. പിന്നീട് അവസാനം ബല്ലാള 4-മനായിരുന്നു. ആ കാലഘട്ടത്തിൽ 14-ാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടത്തിൽ തുർക്കി, പേർഷ്യൻ, ഡൽഹി സുൽത്താനേറ്റിൻ്റെ തുടർച്ചയായ ആക്രമണത്താൽ ഹലേബീഡുവിൽ നിന്നും ഹൊയ്സല രാജ കുടുംബം വിജയനഗരത്തിലേക്ക് പോവുകയും അതോടുകൂടി ഹൊയ്സല രാജവംശം നശിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് മുൻപ് പറഞ്ഞ വാഹന പവലിയൻ. ഇതാണ് കപ്പെ ചെന്നിക്കാരായ ടെമ്പിൾ. കയറുന്ന പടിയിൽ 2 ആനകൾ, പിന്നീട് ക്ഷേത്രത്തിൻ്റെ വാതിലിൻ്റെ ഇരുവശത്തും ദ്വാരപാലകർ. ഈ ക്ഷേത്രം പൂർണ്ണമായും സോപ്പ് സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ചതാണ്. വളരെ സൂക്ഷ്മമായും കൃത്യത ആർന്നമായ കൊത്തുപണികളാണ്. ഓരോ കോർണറിലും വ്യാളിമുഖമുള്ള സിംഹത്തെ കാണാം. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടത്തിൻ്റെ 2 വശങ്ങളിലുള്ള കൊത്തുപണികളിലും വ്യത്യസ്തമാണ് മറ്റ് എല്ലാ വശങ്ങളും. ഇവിടെ വീതി കൂടിയ പ്രതലങ്ങളാണ് കാണുന്നതെങ്കിൽ അവിടെ ചെറിയ ചെറിയ പ്രതലങ്ങളുടെ രൂപത്തിലുള്ള ശില്പങ്ങളാണ് അല്ലെങ്കിൽ കൊത്തുപണിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ ക്ഷേത്രത്തിൻ്റെ ഈ കോർണർ ഭാഗം നോക്കിയാൽ നമുക്ക് കാണാം
ഇതൊരു ഇടുങ്ങിയ ഭാഗമായതുകൊണ്ട് പില്ലർ രൂപത്തിലാണ് ഇവിടെ കൊത്തുപണി നടത്തിയിരിക്കുന്നത്. ബാക്കിയെല്ലാം വീതി കൂടിയ പ്രതലങ്ങളാണെങ്കിൽ ഇതിൻ്റെ കോർണർ ഭാഗം മാത്രം അതിസൂക്ഷ്മമായി കൊത്തുപണികൾ നടത്തിയിട്ടുണ്ട്. പില്ലർ രൂപത്തിലുള്ള കൊത്തുപണിയാണ് നടത്തിയിട്ടുള്ളത്. വശങ്ങളിലുള്ള ഈ കൊത്തുപണി ഈ പ്രതിമ പോലെ തന്നെ തൊട്ടു മുൻപ് കണ്ട പ്രതിമയുള്ള ചിത്രവും ഈ ചിത്രവും വ്യത്യാസമുണ്ട്. ഈ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ ചെറിയ ഭാഗമായ പിൻഭാഗത്ത് 3 വശങ്ങളിലായിട്ട് വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ കാണാൻ കഴിഞ്ഞു. ഈ പ്രതിഷ്ഠയുടെ പ്രതിഷ്ഠയുടെ തല നഷ്ടപ്പെട്ടിരിക്കുകയാണ്, തകർന്നു കിടക്കുകയാണ്. ഡൽഹി സുൽത്താനേറ്റിൻ്റെ ആക്രമണത്തെ തുടർന്ന് ഇവിടെ നശിപ്പിക്കപ്പെട്ട രൂപങ്ങളാണ്, ശില്പങ്ങളാണ് ആ കിടക്കുന്നതല്ല. നിരവധി ശില്പങ്ങൾ അന്ന് തകർക്കപ്പെട്ടിരുന്നു. അവ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ 3 വിഷ്ണു പ്രതിഷ്ഠകളുടെ മുൻഭാഗത്തിൽ ഒരെണ്ണത്തിന് വ്യത്യാസമുണ്ട്. അത് രണ്ടാമത്തെ, ഞാൻ നേരത്തെ പറഞ്ഞ മൂന്നാമത്തതിൻ്റെ ഈ പ്രതിഷ്ഠയുടെ താഴ്ഭാഗത്ത് ആനയുടെ പ്രതിഷ്ഠകൾ കാണുന്നുണ്ട്. കൂടാതെ ഹൊയ്സാലരുടെ ചിഹ്നവും ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. തീർത്ഥം വരുന്ന സ്ഥലമാണ്. പൂജാ സമയത്തുണ്ടാകുന്ന തീർത്ഥം ശേഖരിക്കുന്ന കുഴിയാണിത്. ഇത് എങ്ങോട്ട് പോകുന്നതിനുള്ള തെളിവൊന്നും ഇവിടെ കാണുന്നില്ല. അടിയിലൂടെ അതിന് ഒഴുകിപ്പോകാനുള്ള സ്ഥലമുണ്ടായിരിക്കാം ആദ്യകാലത്ത്. കാപ്പെ ചെന്നരംഗായ ടെമ്പിളിന് 2 കവാടങ്ങളാണ്. മുൻപ് ഞാൻ കയറി വന്ന കവാടം അവിടെയാണ്. ആ കവാടത്തിൻ്റെ ചുമരുകളുടെ മുകൾ ഭാഗത്ത് പില്ലറിൻ്റെ മുകളിൽ ഇത്തരം ചിത്രങ്ങൾ കാണാൻ കഴിയാം. എന്നാൽ രണ്ടാമത്തെ കവാടം പുറത്തേക്കുള്ള കവാടമായിരിക്കാം. ഇവിടെ അത്തരത്തിലുള്ള കൊത്തുപണികളൊന്നും ഇല്ല. ആണ് രണ്ടാമത്തെ കവാടം. ഇവിടെയും ദ്വാരപാലകർ ഉണ്ട്, അതുപോലെ തന്നെ ആനയുമുണ്ട്. ഈ മണ്ഡപം തൂക്കം നോക്കാനുള്ള മണ്ഡപമാണ്. അവിടെ ഇരുമ്പിൻ്റെ കമ്പികൾ തൂക്കിയിട്ടുണ്ട്. വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ, വ്യാളി മുഖമുള്ള സിംഹം, ദ്വാരപാലകർ എന്നിവരെല്ലാം ഈ
മണ്ഡപത്തിൽ ഉണ്ട്. ഈ ചെറിയ കോവിൽ, ഇത്തരം ചെറിയ ചെറിയ കോവിലുകൾ ഈ പ്രധാന ക്ഷേത്രത്തിന് ചുറ്റും കാണാൻ കഴിയും. ഇത് സോമനായകി ടെമ്പിൾ അഥവാ ശ്രീദേവി ടെമ്പിൾ. ഇതാണ് സോപ്പ് സ്റ്റോണിൽ വെച്ചിട്ടുള്ള ഹൊയ്സാല രീതിയിലുള്ള കൊത്തുപണി. കല്ലിനെ അതിസൂക്ഷ്മമായി ചെത്തിമിനുക്കി അതിനെ നല്ല ഭംഗിയാക്കി ഗ്ലേസിംഗ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. അതാണ് സോപ്പ് സ്റ്റോണിൻ്റെ പ്രത്യേകതയും. വളരെ മൃദുവാണ്, അതുപോലെ തന്നെ ചെത്തിമിനുക്കാൻ എളുപ്പം പറ്റുന്നതുകൊണ്ടാണ് ഈ നിർമ്മിതികൾക്ക് സോപ്പ് സ്റ്റോൺ ഉപയോഗിച്ചത്. ഇത് ശ്രീദേവി ക്ഷേത്രമാണ്. ലക്ഷ്മിയുടെ പ്രതിഷ്ഠയാണ് അതിനകത്ത് കണ്ടത്. ഓരോ ക്ഷേത്രത്തിൻ്റെയും മേൽക്കുരകൾക്ക് വ്യത്യസ്ത ആകൃതിയാണ്. ഇത് മഹാലക്ഷ്മി ക്ഷേത്രം അഥവാ ശ്രീദേവി ക്ഷേത്രം. ഇതൊരു മണ്ഡപമാണ്. ഇവിടെയാണ് വലിയ പില്ലേഴ്സ് ഉള്ളത്. പില്ലേഴ്സ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് സോപ്പ് സ്റ്റോൺ കൊണ്ടാണ്. ഇത് സോപ്പ് സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ച പില്ലേഴ്സാണ് ഈ കാണുന്നത്. എന്നാൽ മേൽക്കുര സാധാരണ കല്ലാണ് വെച്ചിരിക്കുന്നത്. ഇത് വീരനായക ടെമ്പിൾ. ഈ ടെമ്പിളിൻ്റെ മുന്നിൽ ആനയില്ല, ബാക്കിയെല്ലാം ഇവിടെ ആനയുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രവേശന കവാടത്തിൽ ദ്വാരപാലകരില്ല. ചുറ്റും വിഷ്ണുവിൻ്റെ വിവിധ അവതാരങ്ങളിലുള്ള രൂപങ്ങളാണ് കൊത്തിവെച്ചിട്ടുള്ളത്. വീരനായക ടെമ്പിളിൻ്റെ ചിത്രമാണ് ഈ കാണുന്നത്. ദ്വാരപാലകരില്ലാത്ത പ്രവേശന കവാടം. വിഷുവിൻ്റെ വിവിധ അവതാരങ്ങളാണ് ചുറ്റും കാണുന്നത്. ഇവിടെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒന്നും കാണുന്നില്ല, ഒഴിഞ്ഞൊരു സ്ഥലമാണ്. ഈ
ചിത്രങ്ങളെക്കുറിച്ച് ഞാൻ മുൻപ് വീഡിയോയിൽ എഴുതിയിരുന്നു. വിഷ്ണുവിൻ്റെ മറ്റ് വരഹ അവതാരം, വിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ളതാണ് കാണുന്നത്. ഇത് വിഷ്ണുവിൻ്റെ വരഹാവതാരം, ഇത് നരസിംഹ അവതാരം. അങ്ങനെ വിഷ്ണുവിൻ്റെ വിവിധ അവതാരങ്ങളാണ് ഈ ക്ഷേത്രത്തിൻ്റെ, വീരനായക ക്ഷേത്രത്തിൻ്റെ ചുറ്റും കൊത്തിവെച്ചിട്ടുള്ളത്. തകർക്കപ്പെട്ട പില്ലേഴ്സും ശില്പങ്ങളും. ആനയുമായുള്ള ഒരു യുദ്ധമാണ് ഇതിൽ കാണുന്നത്. അണ്ടൽ അഥവാ രംഗനായകി ടെമ്പിൾ. ഇവിടെയും ചവിട്ടുപടിയിൽ ആനയില്ല. എന്നാൽ അതിന് പകരമായി അടിഭാഗത്ത് ആനയുടെ ശില്പങ്ങൾ ഉണ്ട് ചുറ്റും. ഈ ക്ഷേത്രത്തിന് ചുറ്റും അത് കാണാൻ കഴിയുന്നുണ്ട്. രംഗനായകി ക്ഷേത്രത്തിൻ്റെ മറ്റ് കാഴ്ചകൾ. രംഗനായകി ക്ഷേത്രത്തിലെ പ്രത്യേകത, ശ്രീകൃഷ്ണൻ്റെ ഒരു ശില്പം ഇവിടെ കാണാൻ കഴിഞ്ഞു. മറ്റു ക്ഷേത്രങ്ങളിൽ കാണാത്തതാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. വിഷ്ണുവിൻ്റെ വരഹ അവതാരം. മുകളിൽ കുതിരയും മുകളിലത് യുദ്ധത്തിൻ്റെ ചിത്രീകരണമാണ്. സൈനികർ യുദ്ധം ചെയ്യുന്നുണ്ട്, വാഹനങ്ങളിലും ആനപ്പുറത്തും കുതിരപ്പുറത്തുമായിട്ട്. ഇവിടെയും കാണുന്നത് യുദ്ധം തന്നെയാണ്. സൈന്യത്തും അത് വ്യാളിയുള്ള സിംഹം, പിന്നീട് സൈനികർ തമ്മിലുള്ള ആക്രമണം, തേരുപയോഗിച്ചിട്ടുള്ള ആക്രമണം. അവിടെ കുതിരപ്പുറത്ത് വെച്ചിട്ടുള്ള ആക്രമണം. ഇതെല്ലാം രംഗനായകി ക്ഷേത്രത്തിൻ്റെ ചുമരുകളിൽ കാണുന്ന ശില്പങ്ങളാണ്.
അതിലെ 3 കമാനങ്ങൾ കാണാം. ആ 3 കമാനത്തിൻ്റെയും മേലെ വ്യാളിയുടെ ശില്പമാണ് ഇരിക്കുന്നത്. ഇതും രംഗനായകി ടെമ്പിളിലെ ചിത്രങ്ങളാണ്. ചെന്നനായ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ക്ഷേത്രത്തിലെ ചുമരുകൾ കൂടാതെ മണ്ഡപത്തിലും ശില്പങ്ങൾ കൊത്തിവെച്ചത് കാണാം. പക്ഷേ ഇവയെല്ലാം ശില്പങ്ങളെ അവിടെ സ്ഥാപിച്ചു വെച്ചതായിട്ടാണ് കാണപ്പെടുന്നത്. മറ്റെല്ലാം ശില്പങ്ങളെ കൊത്തിവെച്ച് അതുമാത്രമേ, പക്ഷേ ഇവിടെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ സിമെൻറ്റും മറ്റു കോൺക്രീറ്റ് സാധനങ്ങൾ ഉപയോഗിച്ചതായി കാണുന്നുണ്ട്. അതും ഒരു യുദ്ധത്തിൻ്റെ ചിത്രീകരണമാണ്. ഇങ്ങനെ നിരവധി ചിത്രങ്ങൾ ഇവിടെ കാണുന്നുണ്ട് മണ്ഡപത്തിൽ. മണ്ഡപത്തിലെ മറ്റു ചിത്രങ്ങളാണ്. ഇവിടെയും മഹാഭാരതത്തിലെ യുദ്ധത്തെ ചിത്രീകരിച്ചിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിലെ കൊത്തുപണികൾ മിക്കതും രാമായണത്തെയും മഹാഭാരതത്തിൻ്റെയും കഥകളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇവിടെ കന്നഡത്തിൽ എഴുതിയ ശിലാഫലകം കാണാൻ പറ്റുന്നുണ്ട്. മണ്ഡപത്തിലെ മറ്റൊരു ശില്പമാണ് ഗണപതി, പാമ്പുകളുടെ ചിത്രം, സർപ്പകന്യക, സർപ്പദേവത. സർപ്പദേവതയുടെ ഇരുവശത്തുമായിട്ട് ഗണപതിയെ പ്രതിഷ്ഠിച്ച് വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് പോണ്ട്, ചവിട്ടുപടികളുള്ള കുളം, ആമകൾ നിറയെ നീന്തി തുടിക്കുന്നുണ്ട്. വാസുദേവ സരോവര, സ്റ്റെപ്പ് പോണ്ടിന് പറയുന്ന പേരാണ് വാസുദേവ സരോവര. ഗജഗുണ്ട എന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. പ്രധാന ക്ഷേത്രം, ക്ഷേത്രത്തിൻ്റെ പ്രവേശന പടിയിൽ ഇരുവശത്തുമായി ദ്വാരപാലകരുടെ പ്രതിമയുള്ള ഒരു മണ്ഡപമുണ്ട്. അതിനു ചുറ്റും വ്യാളിയുടെ ചിത്രം കാണാൻ കഴിയും. ഈ ക്ഷേത്ര കോംപ്ലക്സിലെ പ്രധാന ക്ഷേത്രമാണത്, ഗർഭഗൃഹ. അതിൻ്റെ പ്രവേശന കവാടമാണ്. ഹൊയ്സാല ചിഹ്നമായ വ്യാളിയെ കൊല്ലുന്ന സലയുടെ
ദ്വാരപാലകർ, മറ്റു വിഷ്ണുവിൻ്റെ വിവിധ അവതാരങ്ങൾ, പ്രധാന കവാടത്തിൻ്റെ മുൻപിലെ ചുവരുള്ള കൊത്തുപണി രണ്ട് വശത്തും ഒരേപോലെയാണ് കാണുന്നത്. ക്ഷേത്രം പൂർണ്ണമായും സോപ്പ് സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ചവയാണ്. അതിന് തെളിവാണ് ഓരോ ശില്പത്തിൻ്റെയും വ്യക്തത. ജീവൻ തുടിക്കുന്ന ശില്പങ്ങളാണ് ഓരോന്നും. വ്യാളി, യുദ്ധം, വിവിധതരം യുദ്ധങ്ങളാണ്. മഹാഭാരതത്തിൻ്റെ കഥയെ അടിസ്ഥാനമാക്കിയുള്ള യുദ്ധമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ വിവിധ തരം അവതാരങ്ങളും ഇതിനകത്ത് കാണാൻ കഴിയും. അവിടെ കണ്ടത് യുദ്ധമാണെങ്കിൽ ഇവിടെ കലയാണ് കാണുന്നത്. നൃത്തം ചെയ്യുന്നതും സംഗീതം ആസ്വദിക്കുന്നതും മറ്റുമാണ് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. ആ ഭാഗത്തു നിന്ന് വ്യത്യസ്തമായ കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. എന്നാൽ മേൽഭാഗത്ത് യുദ്ധം കാണുന്നുണ്ട്. എന്നാൽ മറ്റു ഭാഗത്ത് അതുണ്ടായിരുന്നില്ല. ഇവിടെ താഴെ കലയാണെങ്കിൽ തൊട്ട് മേലെ യുദ്ധത്തിൻ്റെ ചിത്രീകരണം കാണുന്നുണ്ട്. പ്രധാന ക്ഷേത്രത്തിൻ്റെ മറ്റൊരു കവാടമാണ് ഇത്. പുറത്തേക്ക് വരുന്ന കവാടമാണ്. മുൻപിലെ കവാടത്തിൻ്റെ അതേ തന്നെയാണ് ഈ കവാടത്തിൻ്റെയും വശങ്ങളിലുള്ള ശില്പങ്ങൾ. ಒಂದೇ ದಿನ ಎತ್ಕೊಳ್ಳೋದು ಭಾಳ ನಿಮ್ಮ ಅಪ್ಪನ ಎತ್ಕೊಳ್ಳು
ഗർഭഗൃഹ ക്ഷേത്രത്തിലും മുൻപ് കണ്ട ക്ഷേത്രത്തെ പോലെ തന്നെ ഇടുങ്ങിയ ഭാഗത്ത് പില്ലർ, അതേ രീതിയിലുള്ള പില്ലർ തന്നെയാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. പത്ത് തലയുള്ള രാവണൻ കൈലാസത്തെ ഉയർത്തി വെച്ചിട്ടുള്ളതാണ് ആ ചിത്രത്തിൽ കാണുന്നത്. ആറ് കൈകളുള്ള ശിവൻ്റെ ശില്പമാണ്. ഓരോ കയ്യിലുള്ളത് മുൻപ് പറഞ്ഞിരുന്നു. വിഷ്ണുവിൻ്റെ മറ്റ് അവതാരങ്ങളായ വരഹ, നരസിംഹ, ഈ ശില്പങ്ങളാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടവ. ഏറ്റവും അടിയിൽ ആന, പിന്നെ വ്യാളിയുടെ മുഖമുള്ള സിംഹം, മറ്റു ഭാഗങ്ങളിൽ കാണാത്തതാണ് ഇവിടെ കാണുന്നത്. ഇത് കാലാൾ പടയായി പോകുന്ന, കുതിരപ്പുറത്ത് പോകുന്ന സൈനികരാണ്, ഭടന്മാരുടെയാണ് ഈ ശില്പങ്ങൾ. ഇത് ഈ ഭാഗത്ത് മാത്രമേ കാണുന്നുള്ളൂ. ശിലകളിൽ കന്നഡത്തിൽ എഴുതിയിട്ടുള്ള ശിലാലിഖിതങ്ങൾ കാണാൻ കഴിയും. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രമാവാം ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. വിനായക് സ്വാമി
കാളിയമർദ്ദനം ആണ് ആ കാണുന്ന ശില്പം. ക്ഷേത്രത്തിൻ്റെ അകവശമാണ് ആ കാണുന്നത്. അകത്ത് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. ബേലൂരിലുള്ള ചെന്നകേശവ ക്ഷേത്രത്തിൻ്റെ ചരിത്രങ്ങൾ പഠിച്ച ശേഷം ഇവിടെ നിന്ന് ഞാൻ യാത്ര തിരിക്കുകയാണ്. സമയം 6 മണി കഴിഞ്ഞു. ഇനി ഹലേബീഡുവിൽ പോകാനുണ്ട്. അവിടെ എത്തുമ്പോഴേക്കും ചിലപ്പോൾ ക്ഷേത്രം അടച്ചു കാണും. എന്നിരുന്നാലും ഇവിടുന്ന് 15 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഹലേബീഡുവിലെത്തും. ഈ കാണുന്നത് സോപ്പ് സ്റ്റോൺ ഉപയോഗിച്ചിട്ട് നിർമ്മിച്ച ശില്പങ്ങളാണ്. കുടിൽ വ്യവസായം ആണ്. അതാണ് രഥം.
ചെന്ന കേശവ ക്ഷേത്രത്തിൻ്റെ രഥമാണ് ഇത്. ഇവിടെ കാണുന്നത് സോപ്പ് സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ച ശില്പങ്ങളാണ്. അത് വിൽക്കാനിരിക്കുന്ന ആളുകളെയും കാണാം.